ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മാളൂസ് കിച്ചൻ. മാളൂസ് കിച്ചന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്ന ഒരു ബിരിയാണിയാണ്. പലതരം വ്യത്യസ്തമായ ബിരിയാണികൾ നമ്മൾ കേട്ടിട്ടുണ്ട്. കോഴിക്കോടൻ ബിരിയാണി, തലശ്ശേരി ബിരിയാണി, ഒരുപാട് ബിരിയാണി ഉണ്ട് അല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് രുചിയിലും അതേപോലെ മേക്കിങ്ങിലും ലുക്കിലും എല്ലാം വ്യത്യസ്തമായ ഒരു ബിരിയാണിയാണ് കേട്ടോ. പർദ ബിരിയാണി. ഒരു മറയ്ക്കുള്ളിൽ മറിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഇതിനെ പർദ ബിരിയാണി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. പർദ ബിരിയാണി റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് കവറിങ് ഇവിടെ റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ദം ചെയ്യുന്നത് ഈ കവറിങ്ങിന്റെ അകത്ത് വെച്ചിട്ടാണ് നമ്മൾ ദം ചെയ്തെടുക്കുന്നത്. അപ്പൊ ഫസ്റ്റ് നമുക്കിതൊന്ന് ചപ്പാത്തി മാവിന് കുഴയ്ക്കുന്നേക്കാളും കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് നമുക്കിത് കുഴച്ചെടുക്കണം. അപ്പൊ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഞാനിവിടെ 2 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഈസ്റ്റ് ആണ് കേട്ടോ. ഈസ്റ്റ് ഇപ്പൊ നല്ലപോലെ പുളിച്ചു വന്നിട്ടുണ്ട്. 1 ടീസ്പൂൺ ഈസ്റ്റ്, 1 ടീസ്പൂൺ തന്നെ പഞ്ചസാരയിൽ കുറച്ച് ഇളം ചൂടുവെള്ളത്തിൽ ഒന്ന് ഡൈല്യൂട്ട് ചെയ്ത് വെച്ചതായിരുന്നു. ഒരു 5-10 മിനിറ്റ് വെച്ച് കഴിയുമ്പോഴത്തേക്കും ഒന്ന് പുളിച്ചു വരും. അപ്പൊ ഇതും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കുകയാണ്. ഇനി നമുക്കിത് കുറേശ്ശെ വെള്ളം ചേർത്ത് ചപ്പാത്തി മാവിനേക്കാളും സോഫ്റ്റ് ആയിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പൊ ഞാൻ ഏകദേശം കുഴച്ചിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഓയിലും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ച് വെക്കാം. ഇതിപ്പോ ഞാൻ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു ഫുഡ് റാപ്പർ യൂസ് ചെയ്തിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുവാണ് കേട്ടോ. ഫസ്റ്റ് റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഈ സ്പൈസസ് എല്ലാം ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ. ബേ ലീവ്സ് എടുത്തിട്ടുണ്ട്, കുരുമുളക്, അതുപോലെ കുറച്ച് പെരിഞ്ജീരകം, 5-6 ഏലക്ക, കറുവപ്പട്ട, 3 ഗ്രാമ്പു, ഇത്രയും സാധനങ്ങളാണ് കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളക്, ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുക്കുവാണേ. നമുക്കിനി ഇതിലേക്ക് അരി വേവിക്കുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വെള്ളം നല്ലപോലെ ഒന്ന് വെട്ടി തിളച്ച ശേഷം നമുക്ക് അരി ഇട്ട് കൊടുക്കാം. വെള്ളം നല്ലപോലെ വെട്ടി തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 കപ്പ് അരി ഒരു 20 മിനിറ്റ് ഒന്ന് കുതിർത്തിയിട്ടുണ്ടായിരുന്നു. നല്ലപോലെ വെള്ളമൊക്കെ പോയിട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അരമുറി നാരങ്ങയും കൂടി ഇതിനകത്തേക്ക് പിഴിഞ്ഞൊഴിക്കാം. ഇത് മൊത്തം വേണ്ട കേട്ടോ, കാരണം ഇത് വലിയ നാരങ്ങയല്ലേ. അപ്പം അരി നമ്മൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നാരങ്ങയും അതുപോലെ നെയ്യൊക്കെ ചേർക്കുന്നത്. അപ്പം നമ്മുടെ റൈസ് വെന്തിട്ടുണ്ട്, വെള്ളമൊക്കെ നല്ലപോലെ വറ്റിയിട്ടുണ്ട്, മുക്കാലും വെന്തിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇതിൻ്റെ അകത്തുള്ള ഒരു വെള്ളമയം ഉണ്ടല്ലോ, അതൊന്ന് മാറാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ചാൽ മതി. ഒരു 5 മിനിറ്റ് സ്റ്റവിൽ തന്നെ ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. അപ്പം നമുക്കിനി ബിരിയാണിയിലേക്ക് വേണ്ടിയിട്ടുള്ള സവാളയും കിസ്മിസും സാധനങ്ങളൊക്കെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പം എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിലേക്ക് നട്ട്സ് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതിലേക്ക് ഇനി ഒരു 4 സവാള നീളത്തിലരിഞ്ഞും കൂടി ചേർക്കുകയാണ് കേട്ടോ. ഇത് 2 പ്രാവശ്യമായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ബിരിയാണി റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സെക്കൻഡ് സ്റ്റേജ് ആയിട്ട് ചെയ്യുന്നത് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെക്കുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 1 കിലോ ചിക്കൻ നല്ലപോലെ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി വേണ്ടത് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ തന്നെ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ തൈര്, 1 മുട്ട, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി നമുക്കിതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ഇപ്പോൾ സവാള എല്ലാം നമ്മൾ ഫ്രൈ ചെയ്ത് കോരി കേട്ടോ. ആ എണ്ണയിൽ തന്നെയാണ് കേട്ടോ ഞാനിനി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനിലേക്കുള്ള മസാല റെഡിയാക്കാം. അപ്പം ഞാൻ ഈ എണ്ണ തന്നെ യൂസ് ചെയ്താണ് കേട്ടോ മസാല റെഡിയാക്കുന്നത്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിനി മസാലയ്ക്കുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. ഇനി ചിക്കന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുണ്ട്, ഞാനൊരു 10-15 കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് മല്ലിയില, പുതിനയില ഉണ്ടെങ്കിൽ നിങ്ങൾ പുതിനയിലയും കൂടി ചേർക്കണം കേട്ടോ. അതിലൊരു വലിയ കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് വെളുത്തുള്ളി. വെളുത്തുള്ളി എന്ന് പറഞ്ഞിട്ട് ഇത് ഞാൻ ഓരോന്നും ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കേട്ടോ. ഇത് ഒരു 7 എണ്ണം ഉണ്ടാവും ഇത്. അതേപോലെ ഒരു 3 പച്ചമുളക്. ഇത്രയും സാധനങ്ങൾ നമുക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. ഞാനിതിലേക്ക് നമ്മൾ അരച്ചെടുത്ത് മിക്സ് ചേർക്കുകയാണ് കേട്ടോ.
പച്ചമണമൊക്കെ ഒന്ന് ജസ്റ്റ് മാറിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് ഒരു 4 സവാള ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞാണ് കേട്ടോ. കാരണം നമ്മൾ സവാള അത്യാവശ്യം ചേർത്തെങ്കിൽ മാത്രമാണ് നമ്മുടെ ചിക്കന് നല്ല മസാല ഉണ്ടാവുള്ളൂ. സവാള നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഞാൻ കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കും. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞങ്ങട് ചേർക്കാം. തക്കാളി നല്ലപോലെ ഉടഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഇനി ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഫ്രൈ ചെയ്തതിൽ നിന്ന് പകുതി സവാള വറുത്തതും കൂടി ഇതിനകത്തേക്ക് ചേർക്കുകയാണ്. ബാക്കി നമുക്ക് ദം അടിക്കാൻ ചേർക്കാം. പിന്നെ നമുക്കിനി ഇതിനകത്തേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം നമുക്ക്. ഇനി ചിക്കനും മസാലയും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആവും. ഇനി ഫൈനലി ഇതിലേക്ക് ചേർക്കുന്നത് 1/4 കപ്പ് പൈനാപ്പിളും കൂടിയാണ് കേട്ടോ. പൈനാപ്പിൾ ചേർത്ത് കഴിഞ്ഞിട്ട് നല്ലൊരു ഫ്ലേവറാണ്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് തീ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് ഒരു 5-10 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഇത് പൈനാപ്പിളെല്ലാം ചേർത്തു. അപ്പം മസാല എല്ലാം ഈ ചിക്കനിലോട്ട് നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്കുള്ള കവറിങ് റെഡിയാക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ ഫസ്റ്റ് നമുക്കിത് പരത്തിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഈ ഫ്രൈ പാനിലോട്ട് നല്ലപോലെ വിരിച്ചിട്ട് അതിൽ കുറച്ച് നെയ്യും കുറച്ച് എള്ളും കൂടിയൊക്കെ തൂവിയിട്ട് നമുക്കിനി ദം അടിക്കാം. ഫസ്റ്റ് കുറച്ച് നെയ്യിൻ്റെ അകത്തേക്ക് ഒന്ന് ഗ്രീസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ച് എള്ളും കൂടി ഒന്നിങ്ങനെ ഇട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ നല്ലപോലെ പരത്തിയിട്ടുണ്ട്. ഇതിനി ഫ്രൈങ് പാനിലോട്ട് ഇങ്ങനെ വിരിച്ചു കൊടുക്കാം നമുക്ക്. ഇപ്പോൾ നമ്മളെടുക്കുന്ന പാൻ അനുസരിച്ച് വേണം കേട്ടോ നമ്മൾ മാവ് എടുക്കാനും അതേപോലെ ഇങ്ങനെ കുഴച്ച് പരത്തി എടുക്കാനൊക്കെ ആയിട്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യ് നമുക്ക് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് എള്ളാണ് കേട്ടോ. എള്ള് ഇതേപോലെ ഇങ്ങനെ വിതറി ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്കിനി ഓരോ ലെയറായിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഒരു പർദ ബിരിയാണിക്കുള്ളതാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റെഡിയാക്കിയത് വെച്ച് 2 പർദ ബിരിയാണി റെഡിയാക്കാം. പിന്നെ ചിക്കൻ പീസസ്, അതേപോലെ ചിക്കൻ്റെ മസാല, പിന്നെ കാഷ്നട്ടും റൈസിൻസും സവാളയൊക്കെ ഫ്രൈ ചെയ്തത്, പിന്നെ പൈനാപ്പിൾ, കുറച്ച് മല്ലിയില, ഒരു ലെയർ റെഡിയാക്കിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത ലെയർ ഇങ്ങനെ തന്നെ അങ്ങ് സെറ്റ് ചെയ്യാം. കുറച്ച് പൈനാപ്പിൾ എസൻസും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് യെല്ലോ ഫുഡ് കളർ. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് കവർ ചെയ്യാം. അപ്പോൾ നല്ലപോലെ ഒരു ഷേപ്പ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ജസ്റ്റ്. അപ്പം നിങ്ങൾ പർദ ബിരിയാണി റെഡിയാക്കുമ്പോൾ കുറച്ച് കുഴിയുള്ള പാത്രം എടുക്കുക. അപ്പോൾ എന്നിട്ട് അതനുസരിച്ച് ആ ഷേപ്പ് നമുക്ക് റെഡിയാക്കാം. പിന്നെ വീണ്ടും വെള്ളമായിട്ട് കുറച്ച് നെയ്യ് ഗ്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഒരു 20 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. 20 മിനിറ്റ്സ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ വേറൊരു പാനിലോട്ട് ഇതൊന്ന് കമത്തി ഇടുന്നുണ്ട്. അപ്പോൾ ഒരു സൈഡ് നല്ല പോലെ ബേക്ക് ആയിട്ടുണ്ട്. ഇതേപോലെ ഇനി താഴത്തെ ലെയറും കൂടി ബേക്ക് ആക്കി എടുക്കണം. അപ്പോൾ ഇതേപോലെ ഒന്ന് പാൻ വെച്ച് മൂടി വെച്ചിട്ട് ഒരു 20 മിനിറ്റ്സും കൂടി ബേക്ക് ചെയ്യണം. ഇപ്പൊ നമ്മുടെ പർദ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്ന് നമ്മൾ റെഡിയാക്കിയ പർദ ബിരിയാണി എല്ലാവരും വീട്ടിൽ റെഡിയാക്കി നോക്കുക. അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങൾ റെഡിയാക്കുമ്പോൾ പർദ ബിരിയാണി റെഡിയാക്കുക. അപ്പോൾ ഈ രീതിയിൽ ചിക്കൻ മസാല റെഡിയാക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ മൈദയുടെ ഉള്ളിൽ ഇങ്ങനെ ദം ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ദം പൊട്ടിക്കുമ്പോൾ തന്നെ ആ ഒരു നല്ല സ്മെല്ലും നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ റെഡിയാക്കി നോക്കിയിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.
അതേപോലെ എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ദിസ് ഈസ് ബിൽറ്റ സൈനിങ് ഓഫ്. ബൈ.